ലഹരിക്കെതിരായ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പിന്തുണ ഉറപ്പാക്കി വിപുലമായ പ്രചാരണം നടത്തും. വിവിധ മതപഠന കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് മുൻഗണന നൽകും. ജൂൺ മാസത്തിൽ വിപുലമായ ക്യാമ്പയിൻ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി ഹബ്ബായി എറണാകുളം മാറിയെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ചികിത്സ തേടിയവരിൽ ഏറെ പേരും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. അതേസമയം ലഹരി ഉപയോഗത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. വിനീഷ് ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. വിനീഷ്, സംസ്ഥാനത്തെ ലഹരി ഹബ്ബായി എറണാകുളം മാറി എന്നുള്ളതിൻ്റെ കണക്കുകൾ കേട്ടാൽ തന്നെ ഞെട്ടും, അത്രമാത്രമാണ്. അതോടൊപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗത്തിലൂടെ മരണം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് എന്നുള്ളതുമാണ്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം ഇങ്ങനെ വർദ്ധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഇതിനെ കാണാം? തീർച്ചയായിട്ടും വലിയ ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു. ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ പ്രതിദിനം ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണങ്ങളിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. ഇത് സർക്കാരിന്റെ പക്കലുള്ള കണക്കുകൾ മാത്രമാണ്. ആ കണക്കുകൾ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2021 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം 17,163 പേരാണ് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ചികിത്സ തേടിയിട്ടുള്ളത്. ഈ ചികിത്സ തേടാത്ത മറ്റു നിരവധി പേർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുണ്ട്. അത്തരത്തിലുള്ള കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ലഹരി ഹബ്ബായി സംസ്ഥാനത്തെ ജില്ല മാറുന്നത് എറണാകുളം ജില്ലയാണ് എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2021 മുതൽ ജനുവരി 2025 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അത് മാർച്ചിന്റെ അവസാന ഘട്ടത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 17,163 പേരാണ് ഇതുവരെ ലഹരി ഉപയോഗത്തിൽ അടിമകളായിരിക്കുന്നത്. അത്തരത്തിൽ ലഹരി ഉപയോഗത്തിന്റെ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം ചികിത്സ തേടിയിരിക്കുന്നത്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം കാരണം ജനങ്ങൾ ഈ ലഹരിക്ക് അടിമയായവർ പല ഘട്ടങ്ങളിലായി പല ഡി അഡിക്ഷൻ സെന്ററുകളെയും സമീപിക്കുന്നു. ഈ ഡി അഡിക്ഷൻ സെന്ററുകളെ സമീപിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കണക്കുകൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റു ജില്ലകൾ, പ്രത്യേകിച്ച് മരണസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. മദ്യത്തിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ജില്ലകളിൽ പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് മറ്റു രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. അത് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും രാസലഹരി വസ്തു ഉപയോഗം അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു. MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വർദ്ധിക്കുന്നു എന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിമുക്തി എന്ന ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ പോലും അതൊന്നും ഫലം കാണുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അടക്കം ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും വിവിധ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവർണറുടെ നേതൃത്വത്തിൽ പോലും ഇത്തരത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു യജ്ഞം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം സജ്ജമായ രീതിയിൽ ത്വരിതഗതിയിൽ നടന്നെങ്കിൽ പോലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മന്ദഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രം അത് പോലീസ് കൃത്യമായി ഇടപെടുകയും പോലീസിന്റെ വലിയ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് കഴിയുമ്പോഴേക്കും അതിൽ മങ്ങുന്ന ഒരു സാഹചര്യം, പോലീസ് പരിശോധനകളും എക്സൈസ് പരിശോധനകളും പിന്നെ തുടർ പരിശോധനകൾ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതും സംസ്ഥാനത്തെ ലഹരിയുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ ബാധകമായിട്ടുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നാലും സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന ജില്ല എറണാകുളമാണ്. ലഹരി ഉപയോഗത്തിന്റെ ഹബ്ബായി എറണാകുളം ജില്ല മാറുന്നു എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.